ബീപ്പടിച്ചായിട്ടില്ലേ കൈമാറ്റം അറിഞ്ഞൂടെ? ഒന്നും മിണ്ടാതിരിക്കുവോ? കൊച്ചു പിള്ളേന്നാണ് വിചാരം. അപ്പൊ ശരിക്കും മരുന്നൊക്കെ ഉണ്ടാക്കാൻ അറിയോ? മനുഷ്യൻ ആസാക്കാൻ നോക്കണം. എന്നെ കുറിച്ച് എന്തറിയാം? ഒന്നും അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ചെറിയൊരു തലവര മാറിപ്പോയി. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കേണ്ട ആളൊന്നും അല്ല. എന്താന്ന് വെച്ചാ കാണിക്കുന്നത്? അല്ല പിന്നെ എവിടെ ഇരിക്കേണ്ട ആളാന്ന് നോക്കിയതാ. കുറച്ച് പൈസ കിട്ടുന്ന വിചാരിച്ചിട്ടാണ് ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിയത്. ഇപ്പൊ അതുമില്ല. നാളും എവിടെ പോയി കിടക്കും. ഒന്ന് മാറൂ കളിക്കാൻ നിൽക്കാണ്ട്. ആണല്ലേ മോഷിച്ചൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് ഊരി വെച്ചിട്ട് പോയതാ. ഇതെങ്ങനെ സംഭവിച്ചു? ഇതിനു മുമ്പ് ചെയ്ത 2 പരീക്ഷണങ്ങളും വിജയമായിരുന്നില്ല. പിന്നെ ഇത് മാത്രം എന്ത് പാളിപ്പോയത്? എനിക്ക് അപ്പളേ അറിയായിരുന്നു ഇത് പാടി പോകും. എങ്ങനെ ഉണ്ടാക്കണത് പിന്നെ ഇങ്ങനെ പാടി പാടിക്കാതെ. അതെ ഞാൻ എന്റെ പാക്കറ്റ് കയറി. അല്ല പപ്പ കൂൾ ഡൗൺ. എല്ലാം പപ്പന്റെ ഒരു തോന്നലാന്ന് വിചാരിച്ചാൽ മതി. എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ഒന്നും എൻ്റെ തോന്നലല്ല. ആ ചത്ത പാറ്റയുടെ മേളില് ഞാൻ എൻ്റെ മരുന്നൊഴിച്ചപ്പോഴേ ആ പാറ്റകൾ ഇങ്ങനെ പിടക്കിയായിരുന്നു. അത് പാറ്റ, ഇത് മനുഷ്യൻ. രണ്ടും നല്ല വ്യത്യാസമുണ്ട് പോപ്സ്. എങ്ങനെ? അത് പാറ്റ, അത് മനുഷ്യൻ. നല്ല വ്യത്യാസമുണ്ട്. കറക്റ്റ് കറക്റ്റ്. ആനയ്ക്കുള്ളതല്ല ആട്ടുംകുട്ടിക്കുള്ളത്. ആട്ടുംകുട്ടിക്കുള്ളതല്ല അണ്ണാറക്കണ്ണനുള്ളത്. കിട്ടി കിട്ടി. പറൂ സക്സസ്. ഐ ഗോട്ട് ഇറ്റ്. പുള്ളി എന്താ ഉദ്ദേശിച്ചത്? അതായത് പാപ്പു ആട്ടുംകുട്ടിക്കുള്ളതല്ല അണ്ണാരക്കണ്ണിനുള്ളത്. അത് ഏത്? എനിക്കാണോ? ഞാൻ പറയൂല. ഏയ് അതൊന്നല്ല. എന്തായിരിക്കും ഉദ്ദേശിച്ചത്? അതെ ആനക്കുള്ളതല്ല അണ്ണാറക്കണ്ണന്. എന്ത് എന്താ സിമ്പിൾ. തുമ്പിക്കൈ. ആനയ്ക്ക് തുമ്പിക്കൈ ഉണ്ട്, അണ്ണാറക്കണ്ണിന് തുമ്പിക്കൈ ഇല്ല അല്ലേ? തുമ്പിക്കൈയാ? അതൊന്നല്ല, ഇത് വേറെന്തോ ആണ്. എന്നാ പിന്നെ ചോദിക്കാൻ നിൽക്കണം എന്തിനാ? എന്നാലത് എന്തായിരിക്കും? ഇപ്പൊ എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല. നീ എന്തായാലും പോയിക്കോ. ബാത്റൂമിലാ. അതെ ലച്ചു ഇറങ്ങി. നെക്സ്റ്റ് ഞാനാ. എന്താ കൊച്ചു ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ സംസാരിക്കുന്നേ? നിനക്ക് എന്റെ സ്റ്റാൻഡേർഡ് അറിഞ്ഞൂടാ. നീ മിണ്ടാതിരുന്നോ? അപ്പൊ സ്റ്റാൻഡേർഡ് നിനക്ക് കാണിച്ചു തരാം. നീ അവിടെ അത് പിന്നെ എനിക്കിപ്പോ പോവാൻ മൂടില്ല. അങ്ങോട്ട് കൊച്ചേ ഇന്ത്യക്ക് മൂട് വേണോ? നമ്മളെ കൊല്ലാൻ വേണ്ടി നിക്കുവാ. അറിയോ നിനക്ക്? വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യമൊന്നുമല്ല, ഞാൻ എല്ലാം അറിഞ്ഞടി. നിന്റെ കളത്തിലൊക്കെ കാര്യം എന്താ തെളിയിച്ചു പറ. കാര്യം പറയുന്നെങ്കിൽ ഒരു ലോഡുണ്ട്. നീ കൂടെ വന്നേ. നീ ഇതെങ്ങോട്ട് തള്ളി പിടിച്ച് വരുവാ? നീ വിളിച്ചത്? നിന്നെയല്ല ഈ നിൽക്കുന്നവളെ വിളിച്ചത്. നിനക്കല്ലേ ബാത്റൂമിൽ പോണെന്ന് പറഞ്ഞേ. നീ ബാത്റൂമിൽ പോയേ. നീ വന്നേ. നടക്കങ്ങോട്ട്. വളയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ വേണം പറയാൻ.
എന്തുവാണ് എന്താ കാര്യം? എടി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. എടി നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല ഇവിടെയുള്ള ആൾക്കാര്. അവർ നമ്മളെ ഈ നിമിഷം കൊല്ലൂടി കണ്ണി ചൊല്ലില്ലാത്ത ആൾക്കാരാ. നീ എന്തോന്നൊക്കെ പറയുന്നത്? എടി നീ പുറത്ത് പോയ സമയത്ത് ഞാൻ ചായ ഇട്ട് കുടിച്ചു. ചായ ഇട്ട് കുടിക്കണേന്ന് അവരെന്തിനാ നിന്നെ കൊല്ലുന്നേ? എടി ഞാൻ മൊത്തം പറയട്ടെ, അതിന് ഇടയ്ക്ക് കയറി സംസാരിക്കാതെ. അപ്പോഴാണെങ്കിലേ പാറു അകത്തുള്ള കാര്യം ഓർത്തത്. അവർക്ക് ചായയോ വെള്ളമോ എന്തെങ്കിലും വേണോ ചോദിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ റൂമിലോട്ടൊന്ന് പോയി. എടി അത് ഓർക്കുമ്പോ തന്നെ എന്റെ കൈയും കാലും ഒക്കെ വിറക്കി മാടി. എടിയെ ഞാൻ അവരുടെ കാര്യം കണ്ടു. എന്താണ് നീ ഉണ്ട്? അത് പിന്നെ പാറു ആന്റി, പാറു ആന്റി, ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. നീ എന്താ ചെയ്ത്? എന്ത് ചെയ്യാൻ? അപ്പം തന്നെ ഉള്ള ജീവനും കൊണ്ട് ഇവിടുത്തെ ഇറങ്ങി ഓടി. നേട്ടാ പറമ്പിൽ പോയിരിക്കുവായിരുന്നു ഇത്രയും നേരം. ഇപ്പഴാണ് ഇങ്ങോട്ട് വന്നത്. എടി എന്നാലോ തലയോട്ടി ആരായിരിക്കും? അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലായി, നമ്മൾ ഇനി ഓരോ നിമിഷം ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ജീവൻ അപകടമാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറ്റുവാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് മുങ്ങണം. ആ റീനയും ആ റീത്തും പാപ്പും ഒന്നും ഒറ്റ ശരിയല്ലടി. അവളുമാരറിയാതെ വേണം ഇവിടുന്ന് മുങ്ങാനായിട്ട്. ശരിയാടി. ആ മനുഷ്യനില്ലേ പപ്പയുടെ മരുന്ന് പരീക്ഷിക്കാൻ വേണ്ടി നമ്മളെയും കൊല്ലൂലെന്ന് എന്ത് ഉറപ്പ്? അതല്ലേ പറഞ്ഞ ഇവിടുന്ന് ഉള്ള ജീവൻ കൂടെ ഓടി പോവാനെ കൊണ്ട്. പക്ഷെ നമ്മുടെ പൈസ ഇല്ലല്ലോ. അത് ശരിയാണല്ലോ. എടി നീ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. എന്ത്? മോഷ്ടിക്കാൻ നമ്മള്. പക്ഷെ അതൊക്കെ മോശമല്ലേടി? മോശം ഇടി, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഈ പ്ലാൻ വിൽ വർക്ക്, അത്ര തന്നെ. ഈ പ്ലാൻ നടത്തണമെന്ന്. അവളുമാരറിയാതെ വേണം പോവാൻ. ആർക്കും ഒരു ഡൗട്ട് വന്നരുത്. ശരി, അപ്പൊ ഇവളുമാരി മരുന്നടിച്ചെടുക്കാൻ വേണ്ടി വന്ന ടീമാണല്ലേ? ഞാനിവിടെ ഉള്ളപ്പോ നിന്റെ ഒന്നും പ്ലാൻ നടക്കല്ലടി. പാറു, നല്ലൊരു ചാൻസ് ആയിരുന്നു എനിക്കിന്ന് മിസ്സായത്. എനിക്കതില് ഭയങ്കര വിഷമമുണ്ട്. ഒരു ചെറുപ്പക്കാരന് കൊടുക്കുന്ന ഡോസ് അല്ലായിരുന്നു ഒരു വയസ്സായ ആളിന് കൊടുക്കേണ്ടിയിരുന്നത്. കുറച്ചുകൂടി മരുന്ന് ഞാൻ അദ്ദേഹത്തിന്റെ വായിൽ ഒഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം എഴിച്ചു നിന്ന് ഡപ്പാങ്കുത്ത് കളിച്ച അറിയാം. എന്ത് പാറു, എനിക്ക് അപ്പോഴാ ബുദ്ധി തോന്നാതെ പോയത്. നീ എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്ന് അറിയാമോ? കറക്റ്റ് 100% ശരി. എൻ്റെ പാറമോള് പറഞ്ഞത് 100% ശരി. ഞാനൊരല്പം പാനിക്കായിരുന്നു, ഐ നോ. എന്നാലും നല്ലൊരു ചാൻസ് അല്ലേ പാറു ഞാൻ നഷ്ടപ്പെടുത്തിയത്. നിനക്കറിയാലോ, നിന്റെ ജീവിതമേ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷെ മറ്റുള്ളവരുടെ ജീവിതം ഞാൻ തിരിച്ചു കൊടുത്ത് അതിന് പ്രായശ്ചിത്തം ചെയ്യും. പ്രായശ്ചിത്തം ചെയ്യും പാറു, പ്രായശ്ചിത്തം ചെയ്യും. അതിന് നിന്റെ അനുഗ്രഹം എനിക്കുണ്ടായിരിക്കണം. എന്നെ അനുഗ്രഹിക്കും, അനുഗ്രഹിക്കും. Pops. Pops. പാറു, ആരോ വെളിയിൽ വന്ന്
നോക്കിട്ട് കേട്ടാ. അതെ, സൗണ്ട് ഉണ്ടാക്കല്ലേ കേട്ടോ, മിണ്ടാതിരുന്നോ. ഓക്കെ. എന്താ എന്താ കാര്യം? എന്താ കൊണ്ട് നോക്കുന്നത്? എന്തിനെങ്ങനെ എത്തി എത്തി ഞാൻ നോക്കുന്നത്? അതിനകത്ത് എക്സിബിഷൻ വല്ലതും നടക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ റൂമിന്റെ ഫ്രണ്ടിൽ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ വീട് ഞാൻ നിങ്ങൾക്ക് വാടകയ്ക്ക് തരുമ്പോൾ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. റൂൾസ് ആൻഡ് റെഗുലേഷൻ. ആ റൂൾസ് നമ്പർ 1 എന്താ? എന്താ 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 പറയൂ പറയൂ. റൂൾസ് നമ്പർ 1 എന്താ? പറയൂ പറയൂ പെട്ടെന്ന്. ചമ്മന്തി ഉണ്ടാക്കരുതെന്ന്. ചമ്മന്തി ഉണ്ടാക്കി അല്ല, മിക്സ് അതല്ല. റൂൾസ് നമ്പർ 1, ഈ ഡോറിന്റെ മുന്നിൽ നിങ്ങൾ വരാൻ പാടില്ല. ആണോ? ആണോ? അതെ. എന്നിട്ട് റൂൾസ് ബ്രേക്ക് ചെയ്തു. എനിക്ക് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല. പട്ടാളത്തിലൊക്കെ റൂൾസ് ബ്രേക്ക് ചെയ്താണ്ടല്ലോ, പരേഡ് ഗ്രൗണ്ടിന് ചുറ്റും 100 റൗണ്ട് ഓടിക്കും. 100 റൗണ്ട്. എന്നിട്ട് നട്ടുച്ച വെയിലത്ത് ഇങ്ങനെ നിർത്തിക്കും. 100 റൗണ്ടൊക്കെ ഓടിയാലേ അവസാനം നടക്കുമ്പോഴേ ഇങ്ങനെ ആവും. അറിയാമോ? പറയൂ, എന്തിനാണോ വന്നത്? എന്താണ്? പറയൂ പറയൂ, പെട്ടെന്ന് പെട്ടെന്ന് പറയൂ. പറയൂ. അതായത് പോപ്സ് മരുന്ന് കണ്ടുപിടിച്ച കാര്യം ഇവിടെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയണം. ഒട്ടുമിക്ക ആൾക്കാരല്ല, ഈ ലോകം മൊത്തം അറിയണം. എന്നിട്ട് മസ്കിന്റെ പിറകെ നിൽക്കണം. മസ്ക്. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഈ മരുന്ന് സൂക്ഷില്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാലേ മസ്കിന്റെ പുറകെ പിന്നെയും പോപ്സ് പോയി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ആ മരുന്ന് ഇങ്ങ് തന്നേരെ, ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. ഇത്രയും ബുദ്ധിമാനായ എനിക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ അത് അതുപോലെ സൂക്ഷിക്കാനും അറിയാം. അതിന് നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. ഞാൻ മെഡിസിൻ ഞാൻ സൂക്ഷിച്ചു വെക്കാം. ഐ നോ. ഗോ ഗോ ഗോ. പിന്നെ ഒരു കാര്യം, ഇനിയും ഇവിടെ കിടന്നിങ്ങനെ കറങ്ങരുത്. ഈ റൂമിന്റെ മുന്നിൽ, പ്രത്യേകിച്ച് ഈ ഡോറിന്റെ ഫ്രണ്ടിൽ വന്ന് കറങ്ങാൻ പാടില്ല. അതിനകത്തൊന്നുമില്ല, എന്റെ പാറ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കണ്ട. ഓക്കെ? എന്തായത്? പോയില്ലേ ദൂരെ? പോ. എടി, ആ റീത്ത് പോലും അറിയാതെ വേണം നമുക്ക് ഇവിടുന്ന് മുങ്ങാൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, റീത്ത് ഉറങ്ങിയതിന് ശേഷം നമുക്കിറങ്ങാം. അത് മതി. അത് നല്ലൊരു ഐഡിയ. പിശാചിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കി കിടത്തിയാൽ മതിയാകും. 24 മണിക്കൂറും ഫോണിനകത്താ കണ്ണ്. നമുക്ക് നോക്കാൻ എന്തായാലും ചെയ്യാൻ പറ്റും. എന്താ? ഒന്നുമില്ല. ഒന്നുമില്ല. പിന്നെന്താ ഇങ്ങനെ നോക്കുന്നേ? നോക്കാൻ പാടില്ലേ? റീത്ത് കിടക്കുന്നില്ലേ? ഞാനിപ്പോഴൊന്നും ഉറങ്ങൂല. ഞാൻ ഉറങ്ങുമ്പോ കുറച്ചു നേരം കൂടി കഴിയും. അതങ്ങനെ അങ്ങനെ പറഞ്ഞ ശരിയാന്ന്. ഞങ്ങൾക്ക് പോണ്ടേ? അവൾ ഉദ്ദേശിച്ചത് നമുക്ക് ഉറങ്ങണ്ടേന്ന്. ഉറങ്ങാൻ പോകണ്ടേന്ന്. സമയം തെറ്റി ഉറങ്ങാൻ പാടില്ലല്ലോ. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞേ ഉറങ്ങുന്നുള്ളൂ. അതെങ്ങനെ ശരിയാവാ? റീത്ത് ഉറങ്ങാണ്ട് ഞങ്ങൾ ഉറങ്ങാറുണ്ടോ? നമ്മൾ മൂന്നേരും ഇപ്പൊ അങ്ങനെയല്ലോ ഉറങ്ങുന്നത്. കൊച്ചു പിള്ളേരെ പോലെ കിടന്നുറങ്ങാൻ അങ്ങോട്ട് ചാച്ചി ഉറങ്ങണ്ടേ നമുക്ക്? അയ്യോ ബാവോ, അതെ ഒരുപാട് നേരം ഫോൺ നോക്കിയിരുന്നാലേ കണ്ണു പൊട്ടിപ്പോന്ന്. വാർത്ത കണ്ടതാ? നീ കണ്ടില്ലേ? 2 പ്രാവശ്യം കണ്ട. വേഗം ഉറങ്ങിക്കോ, ചാച്ചി ഉറങ്ങിക്കോ. അയ്യോ ബാവോ, ഓ ബാവോ ബാവോ.
എന്താന്ന് വെച്ചേ കിടന്ന് നിലവിളിക്കുന്നത്? മനുഷ്യ രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ലേ? നിന്റെ പിള്ളേറ്റ് എന്റെ ഭാര്യ ഞെട്ടുവാണെന്ന് അറിയാമോ? പോപ്സ്, ഇത് കണ്ടോ, ഇവര് ഞാൻ കള്ളികളെ പിടിച്ചു വെച്ചിരിക്കുക. എന്റെ ഇവിടെ എന്ത് പ്രശ്നം? എനിക്കൊന്നും അറിയില്ല. എവിടെ പറഞ്ഞു ഇവിടെ കള്ളിയെ പിടിച്ചു വെച്ചിരിക്കണെന്ന്? പോപ്സിന്റെ മരുന്ന് അടിച്ചു മാറ്റാൻ വന്ന കള്ളികളെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത്. നോക്ക് നോക്ക് നോക്ക്, കണ്ടോ, നോക്ക്. നിങ്ങൾ എന്തിനാ എന്റെ മരുന്ന് അടിച്ചു മാറ്റാൻ വേണ്ടി വന്നത്? ചോയ്ക്ക്. നിങ്ങളുടെ മരുന്ന് സാധനം ഇവിടെ ആരും അടിച്ചു മാറ്റാൻ നോക്കിയിട്ടില്ല. പിന്നെന്തിനാ നിങ്ങൾ ഈ ബാഗും തൂക്കി ഈ നട്ടപ്പാതിരാക്കി ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്? ചോദിക്ക്. ഗോവയ്ക്കാൻ ഗോവയ്ക്കൊന്നുമല്ല, ഞങ്ങൾക്ക് രക്ഷപ്പെടാനാ. രക്ഷപ്പെടാനാ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഒരു ഡെഡ് ബോഡി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമില്ല. ഈ പറയുന്നതൊക്കെ ശരിയാണോ പപ്പ? ഇല്ല ഇല്ല ഇല്ല, എന്റെ റൂമില് പാറോല വേറെ ആരുമില്ല. ഈ പാറു എന്ന് പറഞ്ഞ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അകത്ത് സാധനം എന്തോന്ന്? ഒരു അസ്ഥി കൂടെ അല്ലേ? ഡെഡ് ബോഡിയോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ശരിയാണോ പപ്പ? കള്ളമാണ്, പച്ചക്കള്ളമാണ് പറഞ്ഞത്. എന്റെ പാറ മാത്രമേ ഉള്ളൂ അവിടെ. സത്യം പറ. പാറ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ? ശരി, സമ്മതിച്ചു. ആ പാറു നിർബന്ധം കാണിച്ചു കൊടുക്ക. കാണിച്ചു കൊടുക്കും. ആ. കാണിച്ചു കൊടുക്കാം. വാ, വാ. പോടി. എല്ലാരും വാ, എല്ലാരും വാ. പോടി. വാ, എല്ലാരും കയറി വാ. പാറു, പാറു, പുറക്കോ? അതെ, പിള്ളേർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലല്ല. ഇതാണ് എന്റെ പാറു. ഹായ് പറ. ഒരിക്കലൊരു റാണി ചന്ദ്രനിൽ പോകാൻ വീട്ടിൽ നിന്നിറങ്ങി. കാര്യമറിഞ്ഞപ്പോ റാണിയുടെ ഹബ്ബി റാണിയെ തൊഴിച്ചേ. കരഞ്ഞോണ്ട് റാണി ചന്ദ്രനിൽ പോകാതെ ചന്തയ്ക്ക് പോയി. ഒരു ചെമ്പല്ലി വാങ്ങി ഹബ്ബിക്ക് കറി വെച്ച് കൊടുത്തേ. കറി കഴിച്ച ഹബ്ബി ഇപ്പോ ഹാപ്പിയായേ. തുലച്ച റാണി ഇപ്പൊ പ്രാണി